കാലക്രമേണ ഇപ്പം മിനി സെബാസ്റ്റ്യൻ എന്ന മൂദേവിയുടെ അണ്ടറിലോട്ട് വന്നിട്ടുണ്ട്. അത് മെയിൻ ലീഡർ ഈസ് എ ഗ്രേറ്റ് മൂദേവി. അതിന്റെ കീഴിൽ കുറെ മൂദേവികളെല്ലാം കൂടെ ചേർന്നിരുന്ന് നമ്മളെ നല്ല രീതികളെ ഇങ്ങനെ പറയുന്നുണ്ട്. പരിധി വരെ മൈൻഡ് ചെയ്യാതെ പോവും. ഓവറായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അനാവശ്യമായിട്ട് തെറ്റുകൾ ചെയ്യാത്തവരെയൊക്കെ ഇതിനകത്തോട്ട് വലിച്ചിടുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നത്. അയ്യോ, കഥ പറയില്ലേ? കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോയി 3, 4, 5, 6 കെട്ടിയാലും ഓ ഗ്രേറ്റ് 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 എന്ന് പറഞ്ഞിട്ട് നിൽക്കും. വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നീണ്ട ഇടവേളകൾക്ക് ശേഷം ഇന്ത്യൻ സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. എടുപ്പുവാ സ്കൂളിന്റെ പേരെന്നാ? ടൈം ഗേറ്റ്സ്. പുറകില് ഒരാള് നല്ല പനി അടിച്ച് കിടക്കുകയാണ്. ജ്യൂസിന് എന്നാ പറ്റി മോനെ? നല്ല ചൂടല്ലേ? ഭയങ്കര ചൂടും പനിയുമായിരുന്നു. ഇന്നലെ വൈകിട്ട് പോയി പാരസെറ്റാമോൾ ട്രിപ്പൊക്കെ ഇട്ടിട്ട് വന്ന് ചൂട് അങ്ങോട്ട് മാറുന്നില്ല. അപ്പൊ ഇന്ന് കുറെ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ഒന്നും വിചാരിക്കില്ല, ഇതെല്ലാം ഞാൻ കെട്ടിയതാണ്. ഈ കണ്ണിന്റെ സാധനമൊക്കെ ഞാൻ വരച്ചതാണ്. വേണ്ട അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. മുടി വേണ്ട ഇങ്ങനെ പുറകെ കെട്ടിയിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ബാക്കിലും കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ കെട്ടിയതാണ്. പിന്നെ ഇങ്ങനെ ഒതുക്കേ ഊതാൻ വേണ്ടിട്ട് തന്നെ ഇവിടെ ഒരു മുടി ഇങ്ങനെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നെ ചിരി അടക്കല്ല. അപ്പൊ ഇതൊക്കെ ഓരോരുത്തർ ഗിഫ്റ്റ് തന്നേക്കുന്നതാണ്. ഈ മുട്ടായിക്ക് അല്ല, ഇത് ഞങ്ങൾ രണ്ടുപേരും ഞാനും കുഞ്ചൂസർ മേടിച്ച. അപ്പൊ അത് രാവിലെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഹാപ്പിനെസ് ആയി മുഖത്ത് കാണുന്നേ. സ്കൂളിൽ ഇന്നലെ തൊട്ട് പറഞ്ഞു എനിക്ക് നാളെ കൂളിൽ പോകണം. തക്കാളിപ്പനി ആയതുകൊണ്ട് വിടാതിരുന്ന ഒരു കുഞ്ഞും കൂടെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ആയിട്ടുണ്ട്. ആമിച്ച് സ്കൂളിൽ പോവാം. ഓക്കെ ആണോ? എല്ലാവർക്കും ഒരു ഉമ്മ എടുത്തേ. ഒരു ഉമ്മ കൊടുത്തേ എല്ലാവർക്കും. അച്ഛ പൊട്ടിച്ചു തരാം. ഒരു ഉമ്മ കൊടുക്കണോ? അച്ഛ പൊട്ടിച്ചു തരാം. ഉമ്മ കൊടുക്കും. ഉമ്മ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇട്ട് പോട്ടോ. രാവിലെ വെല്ലുമിച്ച് ഒന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകാം. ബാക്കി വിശേഷങ്ങളോടൊക്കെ പോട്ടോ. 8 അല്ല, നീരാളി. അത്ര ടോയ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോട്ടോ. യെസ്, കൊച്ചിരിക്കാൻ ഇതിന് സ്ഥലം കൊടുക്കണേ. കണ്ണടഞ്ഞു പോയി. കള്ളത്തിറങ്ങാനിക്കല്ലേ? സീരിയസ്ലി ഉറങ്ങുക. രണ്ട് മെത്ത അപ്പുറത്തെ വെറുതെ ഇഷ്ടം. ഹോസ്പിറ്റലിന്റെ എല്ലാരെയായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോവാ. വിറ്റാമിക്ക് ചെറിയൊരു നെഞ്ചരിച്ചില്. പിന്നെ വെല്ലുമ്മച്ചക്ക് ഷുഗർ നോക്കണം. കഴിഞ്ഞ ദിവസം നോക്കാൻ പറ്റിയില്ല. ഇൻസുലിൻ മേടിക്കണം. അമ്മ ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലില്. കുഞ്ചൂസ് പനി കൂടിയിട്ട് ബ്ലഡിന്റെ എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടി പോന്നു. ഞാൻ ഇവരെല്ലാം ഡ്രൈവറായിട്ടും പോന്നു. ലച്ചൂട്ടി എല്ലാരും ഗൈഡ് ചെയ്യാനാന്ന് തോന്നുന്നു. പക്ഷെ ഉറങ്ങിപ്പോയി. ആവശ്യ സ്കൂളിൽ പോയിട്ടോ രാവിലെ. ഈ ബലൂൺ ഇങ്ങനെ തന്നെ കിടക്കുവാണ് കേട്ടോ. ഉണ്ണിച്ചേട്ടന്റെ ക്രിയേഷൻ ആണ്. അത് ഇതുവരെ ചൊങ്ങി പോകുന്നില്ല കേട്ടോ. ഭയങ്കര കളിയാണ്. ഈ കുഞ്ചൂസിനാണെങ്കിൽ പനി പിടിച്ചുകൊണ്ട് കുറച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് മിച്ചം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ ബലൂണല്ല. ഒരുത്തി വന്ന് അതിന്റെ പുറത്തിരുന്ന് പൊട്ടിക്കും കേട്ടോ. കുണ്ടി വെച്ചിരുന്ന് പൊട്ടിക്കുന്ന വരുന്ന ഇത്. എന്താ ദൈവമേ, 2 സാധനങ്ങളോട് ഇവിടെ തകർക്കുവാണ് കേട്ടോ.
മോനെ ആജി ലക്ഷ്മി ലക്ഷ്മി ഇത് ചാച്ചന് കൊണ്ട് കൊടുക്കണേ. ചാച്ചനെ രണ്ടുപേരും ഇവിടെ. രണ്ടുപേരും നോക്കി നിൽക്കുന്നേ. നിനക്ക് തുള്ളത് നോക്കി എടുത്തായിരുന്നു. തുള്ളുവാ ഇത്. അയ്യ ഉമ്മ എടുക്ക് ചാച്ചന്. ഉമ്മ എടുക്ക് ചാച്ചന്. ചാച്ചയല്ല വലിയ ചാച്ചനെ എവിടെമാരും വിളിക്കുന്നത് കേട്ടോ. ഇട്ടപ്പെട്ടോന്ന് ഡബിളാന്ന് തോന്നുന്നു. ഇട്ടപ്പെട്ടോന്ന്. ചാച്ചക്ക് ഒരു ഉമ്മ കൊടുത്താ മോനെ. ചാച്ചക്ക് കൊടുക്കണ ഉമ്മ എടുക്കാൻ തള്ളി വിടുന്ന അയച്ചു കൊടുത്തേ. ഈ കരയുണ്ടോ വെല്ലുവച്ചി? ഇല്ല. ഓ ഭാഗ്യമായി പോയി. വെല്ലുവച്ചി ആകെ ഉടുക്കുന്നത് സെറ്റ് മുണ്ട് മാത്രമേ ഉള്ളൂ. സാരി ഒന്നും ഉടുക്കത്തില്ല. സാരി ഉടുക്കുവോ? ആ പക്ഷെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ സാരി ഉടുത്ത് കണ്ടിട്ടില്ല. ഫുള്ള് കപ്പയാണ് കേട്ടോ. രാവിലെ തുടങ്ങിയ കപ്പ തീറ്റയാണ്. 3 നേരം കപ്പ, കപ്പയും തലക്കറി. സിംഗിൾ ആണോ? അതെനിക്ക് അങ്ങനെ അറിയില്ല. ഡബിൾ മാത്രമേ സ്വാതന്ത്ര്യമായിട്ടാണ്. ഉദ്യോഗസ്ഥന് ഇഷ്ടപ്പെട്ട് മേടിച്ചാണ് കേട്ടോ അത്. ഞാനൊരു ഗ്രീൻ ആയിരുന്നു ആദ്യം എടുത്തത്. പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട ഇതാ. അപ്പൊ ഗ്രീൻ നോക്കിയപ്പോ എനിക്ക് ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു. അതെ അതെ. ഇതേ ഇവിടെ സംഭവം. ഇവിടെ ഒരാള് ടീച്ചറൊക്കെ ആയിട്ട് വടിയൊക്കെ ആയിട്ട് രണ്ടിനെ ഒതുക്കാൻ വേണ്ടി ഒരാള് സെറ്റ് സാരി ഒക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അതിന്റെ പുറകെ വേറൊരാൾ സാരി എടുത്തിട്ട് വരുന്നുണ്ട്. എന്നാടാ ഇവിടെ ചേച്ചി ഇടിക്കാൻ വരുവാണോ മോനെ? അങ്ങനെ ഇടിച്ചല്ലേ? ഇടിച്ചല്ലെന്ന് പറ. അയ്യാ ചേച്ചി ചെറിയ വണ്ടിയിലും ഇളയവള് വലിയ വണ്ടിയിലും അവക്ക് എത്തത്തില്ല. ഇടിപ്പിക്കല്ലേ? എന്നെ ഇടിപ്പിക്കല്ലേ? അയ്യോ കടിക്കില്ല. അയ്യോ കറണ്ട് പോയി. അയ്യോ. അപ്പം നമ്മള് ഒരു സിനിമയ്ക്ക് പോവാണ് കേട്ടോ. ബേസിലിന്റെ ആ പുതിയ പടമില്ലേ, പടത്തിന്റെ പേരെന്തായിരുന്നു? അപ്പൊ വെല്ലുവച്ചി എന്റെ കുഞ്ഞിലേങ്ങാണ്ട് പടം കണ്ടാണ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നത് ഏറ്റവും അവസാനത്തെ പടം കണ്ടത്. അത് വെല്ലുവച്ചിക്ക് അതും ഓർമ്മയില്ല. ചാച്ച കുഞ്ഞിലെ പുല്ലി എത്താൻ പോയപ്പോ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞ് ചെറുതായിട്ടൊക്കെ ഓർമ്മയുള്ളല്ലേ. അപ്പൊ സിനിമയ്ക്ക് പോയിട്ട് ഒത്തിരി നാളായി. കഴിഞ്ഞ ദിവസം ഞങ്ങളിങ്ങനെ വണ്ടിയിൽ വന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറഞ്ഞു ഞങ്ങൾ സിനിമയ്ക്ക് ഇങ്ങനെ പോകും, പുതിയ പടമൊക്കെ ഇറങ്ങുമ്പോൾ പോകും. പടത്തിന് പോവോ? ഭയങ്കര അതിശയത്തോടെയാണ് ചോദിച്ചത്. പടത്തിനൊക്കെ പോവോ? ഇപ്പോഴും സിനിമാ കൊട്ടയിലൊക്കെ എല്ലാവരും പോയി പടം കാണുമോ എന്നൊക്കെയാണ് ഡൗട്ട് കേട്ടോ.
അപ്പം ഇന്ന് പടം ഇറങ്ങി. അപ്പൊ ആ പടം ഹിറ്റാണെന്നൊക്കെ കണ്ടു. അപ്പം എന്നാ പിന്നെ അങ്ങ് ബുക്ക് ചെയ്തേക്കാന്ന് വെച്ചു കേട്ടോ. ഒരാൾ ഇവിടുന്ന് അവിടുത്തെ കുഞ്ഞുങ്ങൾ, അതായത് അവിടെ അനീഷേട്ട കുഞ്ഞുങ്ങളെ കാണാതെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്. അപ്പം ഉടനെ ഇങ്ങനെ പോകാനായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം അപ്പം അതിനിപ്പുറം ഒരു സിനിമയ്ക്ക് പോകാന്ന് വെച്ചു കേട്ടോ. നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. 2 കുട്ടിപ്പട്ടാളങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ആമി കുഴപ്പമില്ലായിരുന്നു. നിന്നെ തന്നെയാ പറഞ്ഞത്. അതിന് ആമി കഴിഞ്ഞ പ്രാവശ്യം വലിയ കുഴപ്പമില്ലായിരുന്നു. ലച്ചൂട്ടൻ വഴക്കുണ്ടാക്കിയപ്പോ ഇവളും വഴക്കുണ്ടാക്കി കേട്ടോ. അല്ലെ, ഇന്ന് വഴക്കുണ്ടാക്കിയ ഞങ്ങൾ ഇതാണ് ചൂരില് വേട്ടാ പോകുന്നത്. ഇന്ന് ചൂരിലായിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പൊ ഒത്തിരി നാളത്തെ ആഗ്രഹമാണ്. അതിന്റെ സന്തോഷമൊക്കെ മുഖത്ത് കാണാൻ വേണ്ടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇറങ്ങിയിട്ട് ചോദിക്കാം, കുരാരി എനിക്ക് തിന്നാൻ എന്നേലും എടുത്തോന്ന്. ഇന്ന് ചിലർക്ക് കുശുമ്പ് കുത്താൻ വേണ്ടി ചാൻസ് ഉണ്ട് കേട്ടോ. അയ്യോ ശരി ശരി, ഓക്കെ 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 ശരി. അപ്പൊ നമുക്ക് അവിടെ പോകാം കേട്ടോ. അമ്മ അതിലൊന്നുമില്ല അതല്ല. അമ്മ എന്തോ രാവിലെ എന്തോ എന്നെ അമ്മ പറഞ്ഞേ, രാവിലെ എന്ന് പറഞ്ഞ എന്തോ പറഞ്ഞു കേട്ടോ. അപ്പൊ തുടങ്ങിയതാണ് രാവിലെ തുടങ്ങി കേട്ടോ. ജയൊക്കെ അവിടെ പോയി. ജനഗണമന അതിത ഭാരത ഭാഗ്യവി പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് എന്തോ ചൊല്ലുന്നുണ്ടല്ലോ. അതെ അതെ. എന്നെ അടിക്കാതെ കുഞ്ഞു പാടിക്കും. കുഞ്ഞു ജനഗണ പാടിക്കും. കുഞ്ഞു ജനഗണ പാടെ കുഞ്ഞിന് പാട്ട് പഠിക്കും. നമ്മള് സൂക്ഷ്മദർശിനിയാണ് കേട്ടോ കാണാൻ വന്നേക്കുന്നത്. എന്തുവാടാ അവനെ സൂക്ഷ്മദർശിനി പറഞ്ഞേ? സൂക്ഷ്മദർശിനി പറഞ്ഞേ? സൂത്തറ ലക്ഷ്മിയോ എന്താ പറയുന്നത്? ഇതിപ്പോ എത്ര പേര് അച്ഛനെ മടിയിരിക്കുന്നേ? ഇത് ഏതാണ്ട് ഇതാ അച്ഛയുടെ മോൾ, അറിയാവോ? ഇത് അച്ഛയുടെ മോളായിരുന്നു. അതെ പറയില്ല. ഓട്ടോ പോയോട് വേണം പോവാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ. ആണോ? ഓട്ടോയിൽ കയറി പൊക്കോളാനാണോ പറഞ്ഞേ? ഓ ശരി, ആയിക്കോട്ടെ. അവിടെ ഇരുന്ന് ഒരാൾ എല്ലാവർക്കും ഹായ് കാണിക്കാണ് കേട്ടോ. എവിടെ പോയാലും ഹായ് കാണിക്കല പരിപാടി. എല്ലാരും ഇങ്ങനെ ഇരുമുണ്ട് കേട്ടോ. അയ്യോ ഇന്റർവെല്ലായെന്ന് പറ. ഇന്റർവെല്ലായെന്ന് പറ. എനിക്കൊന്നും വേണ്ട. മുടിയെല്ലാം അഴിച്ചു കളഞ്ഞ കേട്ടോ. പക്ഷെ അലമ്പൊന്നും ഇല്ല, അത് ഭാഗ്യമായി. ഒടുക്കടി കൊച്ചിന് ഒരാൾ അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. വിവിധ ഡിസൈനുകളിലുള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെയും ട്രഡീഷണൽ മോഡേൺ ആഭരണങ്ങളുടെയും മികവുറ്റ ശേഖരം. കരയുന്നതല്ല കേട്ടോ, മൂക്കൊലിപ്പായത്. മൂക്കൊലിപ്പായാണ്.
ഞാൻ ഒന്നും മിണ്ടാത്ത ചുമയ്ക്കുന്നു. മോനെ എല്ലാരും മാജിക്ക് മേടിച്ചു കൊടുത്ത മോനെ. ഇതിന്റെ കളർ മാറ്റി കാണിച്ച മോനെ. മാജിക്ക് കാണിക്കേ. അം വെച്ചിട്ട് വാ കാണിച്ചേ. ആ അവിടെ മഞ്ഞ ഇട്ടിട്ട് വെള്ളയാകുന്നു. തക്കാളിപ്പനി വന്നതിന്റെ ഇന്നലെ സിനിമ കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അവിടെ ഒന്നും മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഇറ്റാമ്മയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഇറ്റാമ്മയ്ക്ക് ഓട്ടോ മനസ്സിലാത്ത ചെവിക്ക് വലിയ കുറഞ്ഞിരിക്കുന്ന അമ്മയ്ക്ക് ഒന്നും മനസ്സിലാന്നറിയാവോ? കഥ പറയില്ലേ? അമ്മയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. നമ്മള് സിനിമ കാണാൻ പോകുന്ന ഒത്തിരി പേരുണ്ട്, അതുകൊണ്ട് കഥ പറയുന്നില്ല. അമ്മ ഇവിടെ ഇരുന്ന് കഥ പറഞ്ഞു കളയും കേട്ടോ. കാരണം നമ്മള് ടിവിയിലൊക്കെ കാണുമ്പോ ഇവര് കാണാത്ത നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കാണും. ഞങ്ങൾ ഓൾറെഡി തിയേറ്ററിൽ പോയി എല്ലാം പടം കാണുമല്ലോ. അപ്പത്തേക്ക് ഈടെ ഇരുന്ന് പറയൂ, കഥ പറഞ്ഞു കൊടുക്കുക. വലിയ മനസ്സിലാക്കിയത് ആ ഓക്കെ, കഥ പറയില്ലേ കേട്ടോ. അല്ല വെല്ലുവിളി സിനിമ കുറച്ചുകൂടെ മനസ്സിലാവും തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഏതോ ഒരു പടം കണ്ടിട്ട് ആ കറക്റ്റ് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കും, സൂക്ഷിച്ചു നോക്കിയിരിക്കും, സൂക്ഷിച്ചു നോക്കിയിരിക്കും. ചിറ്റാമയ്ക്ക് ഇതുള്ളതുകൊണ്ട് ആ അതാ കണ്ണല്ല കുഞ്ഞായി പോയി. ചൈനക്കാര് എന്റെ അപ്പം പഠിക്കുന്ന 115 വയസ്സ് വരെ ഉള്ള എന്റെ അപ്പന്റെ പല്ലിനും ഒരു കേടുമില്ലായിരുന്നു. സൂര്യ കോർക്കുന്നതിനും ഒരു കേടുമില്ല. ഞാൻ സൂര്യൊക്കെ മലയാള മനോരമ പത്രത്തിൽ വന്നാണ് കേട്ടോ. ഞാന് ആ മുത്തശ്ശന് എല്ലാരും കൂടെ, കൊച്ചുമക്കൾ എല്ലാവരും കൂടെ, കൊച്ചുമക്കളല്ല കൊച്ചുമക്കളുടെ അങ്ങനെ അതെങ്ങനെയാ പറയുന്നത് എനിക്കറിയത്തില്ല. ഞങ്ങൾ എല്ലാരും കൂടെ മനോരമ പത്രത്തിൽ വന്നതാണ്. അന്ന് 110ാമത്തെ വയസ്സിലാണ് ആ ഫോട്ടോ എടുത്തത്. അന്ന് വലിയ ഒരു ചേന നട്ടിട്ട് അത് റെക്കോർഡായിരുന്നു. ഇത്ര കിലോ കണ്ടുണ്ടായിരുന്നു. ഇടുക്കിയിലെ ഏറ്റവും വലിയ ചേനയാ അല്ലേ? അത് ഭയങ്കര റെക്കോർഡായിരുന്നു. അത് അതെ അതെല്ലാം അന്ന് HC എന്ന് പറയുന്ന നമ്മുടെ ഇടുക്കിയിലെ ഇതിനകത്ത് ന്യൂസിനകത്ത് വന്നാണ്. മെഷീൻ ചവിട്ടുന്ന എല്ലാം അവിടെ കേട്ടോ. മനോരമ പത്രത്തിൽ ഉണ്ടായിരുന്നു. ആ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നേ. ഉണ്ട് 115ാമത്തെ വയസ്സിലും കണ്ടല്ലേ വെച്ച്. പണ്ടത്തെ ആൾക്കാർക്ക് ആരോഗ്യമുണ്ട്, അന്നേരം തയ്ക്കുമല്ലേ. കള്ള കുടിക്കുകയല്ല, അരക്കുപ്പി പാല് രാവിലെ, അരക്കുപ്പി പാല് വൈകിട്ട്, പിന്നെ കടല ചുമ്മാ നടന്ന് തിന്നുകൊണ്ട് നടക്കും. കടലയില്ലേ ഈ നമ്മൾ മേടിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന കടല, അത് പിന്നെ നല്ല നല്ല ആഹാരങ്ങളെ കഴിക്കത്തുള്ളായിരുന്നു. അല്ല മരിക്കുമ്പോഴും തയ്ക്കുമായിരുന്നല്ലോ അന്നേരം. ഊനുണ്ടായിരുന്നേ ഉള്ളു, പക്ഷെ തയ്ക്കുമായിരുന്നു അന്നേരം. അങ്ങനെ തയ്ച്ച് മേടിച്ചതാണ് മോനെ രഘുവിന് കൊടുത്ത സ്ഥലം. എനിക്ക് ഓർമ്മയുണ്ട് വലിയ മുത്തച്ഛനെ, എല്ലാം ഓർമ്മയുണ്ട്. അപ്പൊ വല്യമ്മച്ചിയുടെ ഒരു കുഞ്ഞാഗ്രഹമായിരുന്നു കുറെ നാൾ കൂടിയിട്ട് ഒരു സിനിമ കാണുന്നത്, അതൊക്കെ കാണിച്ചു. ഇനി ഒരു ചെറിയ ആഗ്രഹം കൂടെ ഉണ്ട്, ബീച്ചിൽ പോകണമെന്ന് കേട്ടോ. അത് കഴിഞ്ഞ് സിറ്റാവയാണ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അവനെ വല്യമ്മച്ചിക്ക് ഇങ്ങനെ ബീച്ചിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. മിക്ക പുറകെ കിടന്ന് പറയുന്നു. ബീച്ചിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോകണം കേട്ടോ. യെസ്, അപ്പം നമ്മൾ ഭയങ്കര സന്തോഷത്തോടെ തന്നെയാണ് പോകുന്നത്. കുറേ കുത്തി നോവിക്കാനും കുറേ വിഷമിപ്പിക്കാനും കുറേ നമ്മളെ കൊണ്ട് ഇനിയും പറയിപ്പിക്കാനും ഒക്കെ നോക്കുന്ന ഒരു മൂദേവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനിങ്ങനെ പറയുന്നതുകൊണ്ട് ആർക്കും വിഷമം ഉണ്ടാവില്ല. കാരണം ആ വ്യക്തി എന്ത് പേരെടുത്ത് വിളിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. മിനി സെബാസ്റ്റ്യൻ എന്നാണ് അവരുടെ പേര്. ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന ഫേക്ക് രൂപേണ എന്നെ കൊണ്ടെല്ലാം പറയിപ്പിച്ച് ആ വ്യക്തികളെ തന്നെ അധിക്ഷേപിക്കുക എന്നൊരു ഉദ്ദേശത്തോടെ തുടങ്ങിയ ചാനലാണ് അത്. എൻ്റെ വായിൽ നിന്ന് പുറത്തെത്തിക്കുക,
അത് പുറം ലോകത്തോട്ട് എത്തിക്കുക എന്നുള്ളൊരു രീതിയിൽ അവരിങ്ങനെ ഇരുന്ന് കുറച്ച് ടീംസും അതിലുള്ള പകുതി മുക്കാൽ ടീംസും നമ്മൾ ചാനൽ തുടങ്ങി അന്ന് തൊട്ട് ഈ അമ്മുവിനെതിരെയും എല്ലാവർക്കും എതിരെ നെഗറ്റീവ് ഇട്ടുകൊണ്ടിരുന്ന ആളുകൾ തന്നെയാണ്. ഭഗത് മല്ലു വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതിലെ കുറേ ടീംസാണ്. അവരത് ഒരു കാലക്രമേണ ഇപ്പം മിനി സെബാസ്റ്റ്യൻ എന്ന മൂദേവിയുടെ അണ്ടറിലോട്ട് വന്നിട്ടുണ്ട്. അത് മെയിൻ ലീഡർ ഈസ് എ ഗ്രേറ്റ് മൂദേവി. അതിന്റെ കീഴിൽ കുറെ മുതിവികളെല്ലാം കൂടെ ചേർന്നിരുന്നു നമ്മളെ നല്ല രീതികളെ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു വിഷയമില്ല, നിങ്ങൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവർക്കുണ്ടാവുന്ന വ്യൂസ് ഇപ്പോൾ ഒരു 10K വ്യൂസ് ഉണ്ടായാലും അതിനകത്ത് 1000 പേരേ ഉള്ളൂ അവരുടെ ആ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന. മെയിനായിട്ട് ബാക്കിയുള്ളവർ നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോയിട്ട് അപ്പൂനെ എന്ത് പറഞ്ഞു, കുഞ്ഞുവിനെ എന്ത് പറഞ്ഞു എന്നുള്ള വിഷമത്തിലും ക്യൂരിയോസിറ്റിയിലും ഒക്കെ പോയി കാണുന്നതാണ്. നിങ്ങൾ കാണാതിരിക്കുവാണെങ്കിൽ അത് അവരുടെ ചർച്ചകൾ അവിടെ നടന്നോട്ടെ, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, അവരവിടെ അത് കണ്ടിന്യൂ ചെയ്തോട്ടെ. നമ്മളത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയാൽ മതി. ഞാൻ മൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ കുറേ പേര് മൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഞാനും മൈൻഡ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നു. അതായത് എനിക്ക് എല്ലാവരും ഇത് കണ്ടിട്ട് വിഷമത്തോടെ ലിങ്കുകൾ അയച്ചു തരുന്നു, ഇന്നത് പറഞ്ഞു അയച്ചു തരുമ്പോഴത്തേക്കും എനിക്കും റിപ്ലൈകളായിട്ട് വരേണ്ട വരും. അങ്ങനെ ഒരുപാട് പരിധി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റിപ്ലൈ പറയുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെയാണ്. അപ്പം ആ പർട്ടിക്കുലർ രാക്ഷസിനെ എടുത്ത് സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാം. അവരിനിയിപ്പം കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോയി 3, 4, 5, 6 കെട്ടിയാലും ഓ ഗ്രേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. കാരണം എനിക്ക് അങ്ങനെ പറ്റത്തില്ല. എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും വലുത്. അവർ പറയുന്ന പോലെ അവിഹിതത്തിന്, റിയൽ അവിഹിതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ആ മൂദേവികൾ ഇങ്ങനെ കൈ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവരങ്ങനെ കൈ അടിച്ചുകൊണ്ടിരിക്കട്ടെ. നമ്മൾ നമ്മുടെ രീതിക്ക് നമ്മുടെ ലൈഫായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ എത്ര തകർക്കാൻ ശ്രമിച്ചാലും ദൈവം എന്നൊരു വ്യക്തി വിചാരിക്കണം നമ്മളെ തകർക്കണമെങ്കിൽ. കാരണം നമ്മുടെ ഭാഗത്ത് എത്ര സത്യമുണ്ടെന്ന് നമുക്കും അറിയാം, ദൈവത്തിനും അറിയാം, ഈ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തികൾക്കും അറിയാം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരാരും വാ തുറക്കത്തില്ല. വിക്ടിം കാർഡ് കളിച്ച് സൈലന്റ് ആയിട്ട് ഇരുന്നിട്ട് അപ്പുറത്തൊരാളെയും കൊണ്ട് പറയിപ്പിക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ആ കാര്യങ്ങൾ അങ്ങനെ നടന്നോട്ടെ. നമ്മൾ ഇതൊന്നും ഒരു പരിധി വരെ മൈൻഡ് ചെയ്യാതെ പോവും. ഓവറായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ അനാവശ്യമായിട്ട് തെറ്റുകൾ ചെയ്യാത്തവരെയൊക്കെ ഇതിനകത്തോട്ട് വലിച്ചിടുമ്പോഴാണ് നമ്മൾ റിയാക്ട് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നത്. അപ്പോൾ ആ രീതിക്ക് അങ്ങ് പോട്ടെ. തള്ള അവിടെ കിടന്ന് പറഞ്ഞോട്ടെ, അല്ലാതെ ഇപ്പം ഞാൻ എന്ത് പറയാനാണ്. ഇനിയിപ്പം മലു ഫാമിലെ സുജിനൊക്കെ ഒരു റിയാക്ഷൻ വീഡിയോ കാര്യം ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ നല്ല വിളിച്ച് വരണമെന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും അത്ര ഇതായിട്ട് അങ്ങ് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് അവരവിടെ ഇരുന്ന് ഇങ്ങനെ ബബിൾക്കം വായിട്ട് സംസാരിക്കട്ടെ. എന്തായാലും അവരുടെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഫാമിലിയിലുള്ളവർ അത് അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ. നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സജഷനൊക്കെ വരും കാണുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ അവർ വീഡിയോ ഇടുമ്പോഴത്തേക്കും ഉറപ്പായിട്ട് നിങ്ങൾ കണ്ട സ്ഥിതിക്ക് വരും. അപ്പോൾ അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുക, അത്രേ ഉള്ളൂ. അവർ എന്ത് വേണേലും പറഞ്ഞോട്ടെ. ഇനിയൊന്നും പുറകെ പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് ഊഹിക്കാനുള്ളേ ഉള്ളൂ. ഇങ്ങനെയുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ ഇത്രയും ഇതായിട്ടുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ അപ്പുറമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലിരുന്ന് കമൻറ്റ് ഇടുന്ന ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു വിഷയമില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങളായിട്ട് നല്ല അടിച്ചു പൊളിച്ച് ഇനി മുൻപോട്ട് ഒരുപാട് ഹാപ്പി ന്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ദൈവം ഓരോന്നും ഇപ്പം ദൈവം ഒരു കാര്യം നമുക്കൊരു ചിലപ്പോൾ ചില താഴ്ചകൾ വരും, ചിലപ്പോൾ ഉയർച്ചകൾ വരും. ഇപ്പം നമുക്ക് നോർമലി വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് പോകുന്നത്. നമുക്ക് കുറേ പ്രാരാബ്ദങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം 2 കടയുള്ളതുകൊണ്ട് അങ്ങോട്ട് സാധനങ്ങൾ ഇറക്കുമ്പോഴത്തേക്കും ഒരുപാട് എമൗണ്ട് കാര്യങ്ങൾ നമുക്ക് മാസം ആവശ്യമായിട്ട് വരും. അത് പണ്ടൊന്നും എനിക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതിന് അത്ര ഒരു എമൗണ്ട് ഒരു മാസം നമുക്ക് കടയിലോട്ട് ഇറക്കേണ്ട വരും. അതിന് ലാഭമുണ്ട്, നഷ്ടമുണ്ട്, എല്ലാ രീതിയിലും പോകണം. ഒരു കട നടത്തി പോകണ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അത്ര കുഴപ്പമില്ലാതെ ചെറിയ കടങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം സഹായിച്ചാൽ ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ നമ്മുടെ കടങ്ങളൊക്കെ തീർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിൽ പോകുന്നു. കച്ചവടമൊക്കെ ആയി വരുന്നുണ്ട്. കടകളിൽ നമ്മൾ രണ്ടുപേരും സ്റ്റാഫുകൾ 2 പേരും അത്യാവശ്യം കാര്യങ്ങൾ നോക്കിക്കോളും. അതിന് മാത്രം എപ്പോഴും റണ്ണിങ് കസ്റ്റമേഴ്സ് അല്ലല്ലോ. നമുക്ക് കൂടുതലും മറ്റേണിറ്റി കിറ്റ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരു 2 മറ്റേണിറ്റി കിറ്റ് തന്നെ വന്നാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കച്ചവടം കിട്ടും. പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ പോകും. അപ്പം നമ്മൾ വൈകിട്ട് കടയിൽ പോയാൽ മതി. ഇനിയിപ്പം നമ്മൾ കടയിലോട്ടും കൂടുതൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു. എല്ലാം ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകണം. എല്ലാവരും പ്രാർത്ഥന കാര്യങ്ങളൊക്കെ കൂടെ വേണം. മനസ്സിലാക്കുന്നതിൽ ഒരുപാട് നന്ദി. കാരണം ഇന്നലെ സാഹചര്യത്തിൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണ്. നമ്മൾ പറയേണ്ടെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ
നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അതേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നുമില്ല. കാരണം ഞാൻ അനുഭവിച്ച അത്രയൊന്നും ഒരാളും അനുഭവിച്ചിട്ടില്ല. അതായത് ആ കുടുംബത്തിലോ അല്ലെങ്കിൽ എവിടെയോ അനുഭവിച്ചിട്ടില്ല. അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്ത് തന്നെ അത്രയും അനുഭവിച്ച് തന്നെയാണ് ജീവിതത്തിൽ നീ ഇവിടെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എത്ര പേര് പരിഹസിച്ചാലും ഇതിനൊക്കെ അപ്പുറം പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. പരിഹാസങ്ങൾ ജിമ്മിൽ വെച്ചും ഉപ്പാരെ കൂടെ നടക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡ് ചെയ്യുന്നു ഒക്കെ ഒരുപാട് പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വന്തം കൂട്ടുകാരുടെ മുന്നിൽ വരെ പരിഹാസ കഥാപാത്രമായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. ഈ സോഷ്യൽ മീഡിയയിൽ അപ്പുറത്തിരിക്കുന്ന ഒരു മൂദേവി ഇരുന്ന് കുറേ ബബ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എന്നെ ബാധിക്കത്തില്ല. പക്ഷെ ഞാൻ സ്നേഹിക്കുന്നവരെ പറയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് വിഷമങ്ങളുണ്ടാവും. അത് നോർമലി ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ പണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരെ പറയുമ്പോഴും ഞാൻ ഇതുപോലെ തന്നെ സംസാരിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ. ഞാൻ മാറത്തില്ല ഒരിക്കലും. സത്യം പറയുന്നതിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സത്യം വിളിച്ചു പറയുന്നവൻ അഹങ്കാരിയായിട്ടൊക്കെ പലരും കാണും. അപ്പോൾ അതൊന്നും എൻ്റെ ഒരു വിഷയമല്ല. ഞാൻ എന്നും ഇങ്ങനെ തന്നെ നിൽക്കും, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകത്തുള്ളൂ. സംസാരിക്കേണ്ട വന്നാൽ ഉറപ്പായിട്ട് സംസാരിക്കുക തന്നെ ചെയ്യും. അപ്പം അങ്ങനെ എന്നെ ആരെങ്കിലും വെറുത്ത് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് പറയുവാണ്, ഡയറക്റ്റ്ലി തന്നെ പറയുവാണ്. പറയേണ്ട കാര്യങ്ങളൊക്കെ പറയേണ്ട സമയത്ത് തന്നെ പറയണം. പ്രതികരിക്കേണ്ട സമയത്ത് ആണാണേലോ പെണ്ണാണേലോ ആരായാലും മനുഷ്യനാണ്. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ചിരിക്കണം. അതാണ് വേണ്ടത്. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ പ്രതികരിക്കണം. നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമ്മൾ ഉറച്ച ശബ്ദത്തിൽ തന്നെ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. എപ്പോഴും പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. കുഞ്ചൂസിന് പനിയാണ്. പനി അങ്ങോട്ട് കംപ്ലീറ്റ്ലി അങ്ങോട്ട് ക്യൂർ ആയിട്ടില്ല. ക്ഷീണങ്ങളുണ്ട്. വൈറൽ ഫീവർ ആണ്. നമ്മളെ ബ്ലഡ് കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തു. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ടയേർഡാണ് കേട്ടോ ആള്. ഇപ്പം ഫുഡ് കഴിക്കാൻ പോയിട്ട് ചെറുതായിട്ട് തല ഇറങ്ങി അപ്പുറത്തിരിക്കുന്നു. പക്ഷെ ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നാളത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ കേട്ടോ.